നമ്മൾ ഒരു തവണ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും തന്നെ ആ ഒരു ഉപ്പൂറ്റിയിൽ ഉണ്ടാവുന്ന ഹാർഡ് ആയിട്ടുള്ള സ്കിന്നിൽ അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഒരം പിടിച്ചിട്ടിരിക്കും. അതൊക്കെ നമുക്കൊരു 90% ഈ ഒരു ഒറ്റ തവണ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് തന്നെ റിമൂവ് ആവുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ റിസൾട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ ആ ഒരു കാലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ലൈവ് റിസൾട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സേഫ് ആയിട്ടിരിക്കല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കീറുക, അല്ലെങ്കിൽ നമ്മുടെ കാല് ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ ഹാർഡാവും. നമ്മൾ ഏകദേശം ഒരു ആൾ 10,000 സ്റ്റെപ്പൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നതല്ല. നോർമലി ഒരു ആൾക്കാർ അല്ലെങ്കിൽ ഒരാളെന്ന് പറയുന്നത് ഒരു ദിവസം ഇത്രയും സ്റ്റെപ്പ് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടുതലായിട്ടും ഈ ഒരു ഉപ്പൂറ്റിയിൽ നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കുത്തി കുത്തി നടക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്കിൻ നന്നായിട്ട് ഹാർഡാവും. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു സ്കിൻ അങ്ങനെ ഡെഡായി അത് അടിഞ്ഞുകൂടി എന്ത് ചെയ്യും, ആ ഒരു ഭയങ്കര തിക്ക് ലെയർ ആയിട്ട് അതങ്ങനെ വരും. പിന്നെ നമ്മൾ അതൊന്നും കെയർ ചെയ്യാണ്ട് വെറുതെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലെന്ത് ചെയ്യും, അത് വിണ്ട് കീറാൻ തുടങ്ങും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവുക. പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും ഇട്ട് ഉരച്ച് കഴിഞ്ഞാലും ഒരു ഭംഗി വരാത്തൊരവസ്ഥയിലേക്ക് മാറും. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരു ചെറിയ സ്റ്റെപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ചെറിയൊരു പ്രോസസ്സാണെന്ന് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു സാധനം മസ്റ്റായിട്ട് നിങ്ങൾ മേടിക്കേണ്ട ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ഉപ്പൂറ്റി വിണ്ട് കീറുന്ന പ്രശ്നം അങ്ങനെ പ്രശ്നമുള്ളൊരു മാത്രമല്ല, എല്ലാവരും വാങ്ങി വെക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അധികം വിലയൊന്നുമില്ല കേട്ടോ. 250 രൂപയൊക്കെ വരുന്നുള്ളൂ. ഒരു ഫ്രൂട്ട് സ്ക്രബ്ബറാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി വീഡിയോ വരുന്ന വഴിക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾ മേടിച്ച് വെക്കണത് ആവശ്യമാണ്. കാരണം നമുക്കിത് ചെയ്യണമെങ്കിൽ ആ സംഭവം എന്തായാലും വേണം. അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാണിക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസം ഞാൻ ഒട്ടും തന്നെ കാല് കെയർ ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചയായിട്ട് കാലിന് വലിയ കെയർ ഒന്നും കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എന്നും ഉരച്ച് വൃത്തിയാക്കുന്നതാണ്. ഇപ്പം ഞാൻ അധികം ഉരച്ചൊന്നും വൃത്തിയാക്കാണ്ട് അങ്ങനെ എങ്ങനെയാണ് റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിലും ആ ഒരു വ്യത്യാസം അറിയണമല്ലോ. അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള കാലിൽ കാണിച്ചാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തോന്നുന്നു. ആദ്യം തന്നെ നമ്മൾ വേണ്ടത് കുറച്ച് ചൂടുവെള്ളം എടുക്കണം കേട്ടോ. അതായത് കുറച്ച് നമ്മളെ കാല് മുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വെള്ളം എടുക്കാം. ഇത് നമ്മൾ കുഴിനോക്ക് ഉണ്ടെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഈ ഒരു ചൂട് വെള്ളത്തിലേക്ക് നമ്മൾ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു നാരങ്ങ എടുത്തിട്ട്, ചെറുനാരങ്ങ അങ്ങനെ തന്നെ എടുത്തോളൂ. നമുക്കത് നടു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ആ ഒരു 2 പോർഷൻ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ മിക്സ് ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ സെപ്പറേറ്റ് മിക്സ് ആക്കേണ്ട കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ടാനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചിലപ്പോൾ നമ്മുടെ കാലിന് 2 കളറായിരിക്കും. വെയിലടിച്ചിട്ട് ചെരുപ്പിൻ്റെ ഭാഗത്തൊരു കളറും ചെരുപ്പിടാത്ത ഭാഗത്തൊരു വേറെ കളർ ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ആവാൻ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഈ ഇൻഫെക്ഷൻ ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പും ഇതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക ഇറിറ്റേഷനോ ഇച്ചിങ്സോ അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇതിനൊന്നും അളവൊന്നുമില്ല, കുറച്ച് ഇട്ട് കൊടുക്കുക, അത്ര തന്നെ കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഷാമ്പു. അപ്പോൾ ഈ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുക്കുക കേട്ടോ. നിങ്ങളടുത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു VLCCൻ്റെ എന്താ പറയുക ഫുഡ് ക്ലെൻസറാണ് കേട്ടോ. ഇതൊന്നും വേണമെന്നില്ല. ഇപ്പം നിങ്ങളടുത്ത് ഏത് ഷാമ്പു ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഷാമ്പു യൂസ് ചെയ്യാം. ഇനി അതുപോലെ നമുക്ക് എന്തെങ്കിലും ബോഡി വാഷോ അതെടുക്കാം. അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോപ്പായ വെള്ളത്തിൽ പതപ്പിച്ചാലും മതി കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ കാല് മുക്കി വെക്കുകയാണ്. അപ്പം ഇതാണ് എൻ്റെ കാല്, നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം ഇതിൻ്റെ ഉപ്പൂറ്റി ശ്രദ്ധിച്ചാൽ, അതായത് ഈ ഒരു സൈഡിൽ കണ്ടറിയാം അവിടുത്തെ സ്കിന്നും അതുപോലെ കാലിൻ്റെ മേലായിട്ട് എനിക്ക് ഈ ഒരു സീസൺ ആവുന്ന സമയത്ത് ഇങ്ങനെ തൊലി പൊളിഞ്ഞു വരും. അതായത് പാമ്പൊക്കെ തൊലി പിടിച്ചു പോലെ അതുപോലത്തെ സംഭവമാണ് എൻ്റെ കാലെന്ത് ചെയ്യും. ഞാൻ പണ്ടിങ്ങനെ കളിയൊക്കെ ആയിരുന്നു ഫ്രണ്ട്സൊക്കെ കാണുമ്പോഴേ. കാലിലിങ്ങനെ തോല് പൊളി പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും കാലൊരു ഭയങ്കര എന്താ പറയുക എന്തോ വലിയ കേട്ടോ. ഈ ഒരു സീസണിലാകുമ്പോൾ കുറച്ച് ദിവസം ആ ഒരു തൊലി പിന്നെ മൊത്തം പൊളിഞ്ഞു പോയി കഴിയുമ്പോൾ നല്ല അടിപൊളി കാലായിട്ട് വരും കേട്ടോ. അതെനിക്ക് മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഓരോ വർഷം അങ്ങനെ കാണാറുണ്ട്. അപ്പം ഇത്തവണ ചെറുതായിട്ട് പൊളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പം ഒട്ടും കെയർ ചെയ്തപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അപ്പം നമ്മൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഒരു 2 ആഴ്ച ഞാൻ ഒട്ടും ശ്രദ്ധിക്കാണ്ടിരുന്നപ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ. നമുക്ക് അത്രത്തോളം ആ ഒരു സ്കിന്നൊന്നും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ഡെഡ് സ്കിൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു വെള്ളത്തിലേക്ക് കാല് നന്നായിട്ട് ഇറക്കി വെക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ, അല്ലെങ്കിൽ 10-15 മിനിറ്റ് ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമ്മുടെ ആ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും. ഓക്കെ, നമുക്ക് ആ കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഉരച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നന്നായിട്ട് എന്താ പറയുക ഉരച്ചെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മളിതിൽ മുക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അങ്ങനെ ചകിരിയൊക്കെ ഇട്ടിട്ട് കാലൊരയ്ക്കാം കേട്ടോ. അതും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറുനാരങ്ങനല്ലേ, അത് നമ്മൾ പിഴിഞ്ഞെടുത്തതിൻ്റെ ആ ഒരു തൊലി നമ്മൾ കളഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു തൊലി ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു കാലിൻ്റെ മേലവശം അതുപോലെ
തന്നെ ഉപ്പൂറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് എന്ത് ചെയ്യും, അതൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. നഖത്തിലൊക്കെ ചെയ്യുന്ന നഖത്തിൻ്റെ ഒരു കട്ടി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഏകദേശം ആ ഒരു സ്റ്റെപ്പൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു വെള്ളത്തിൽ തന്നെ ഒരു കാല് പൊക്കി എടുത്തിട്ട് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് സ്ക്രബ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപും വേറെയൊക്കെ വീഡിയോസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് എന്ത് ചെയ്യും, അവർ തുരുമ്പ് പിടിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പലതും തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒരു 2-3 ഇതിന് മുൻപ് മേടിച്ചിട്ടുള്ളതൊക്കെ ഇതുപോലെ വെള്ളം ഇരിക്കുന്ന സമയത്ത് തുടച്ച് വെച്ചാലും ചെറുതായിട്ടൊരു ബാത്റൂമിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ തട്ടുന്ന സമയത്ത് അത് തുരുമ്പെടുത്ത് പോകാറുണ്ട്. പക്ഷേ അത് മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷം എന്തായാലും ആയിട്ടുണ്ടാകും. 1 വർഷമായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഞാൻ ബാത്റൂമിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. വെള്ളം തട്ടിയിട്ടൊന്നും അതങ്ങനെ സ്റ്റെയിൻ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു തുരുമ്പ് വന്നിട്ടില്ല, നാശമായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏതാ ബ്രാൻഡൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാനിത് മേടിച്ചിട്ടുള്ള എന്തായാലും ലിങ്ക് ഉണ്ടാവുമല്ലോ, ഞാനപ്പോൾ നോക്കിയിട്ട് എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. സംഭവം അടിപൊളിയാണ്, നന്നായിട്ട് റിമൂവ് ആവും. ഇനി ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാലിങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ. അതായത് നമ്മളിങ്ങനെ ഉരക്കില്ലേ, അപ്പോൾ നിങ്ങൾ കണ്ടറിയാം, നമ്മളിങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ വശം കണ്ടോ, അതായത് ഒരു വശത്തേക്ക് കുറച്ചിങ്ങനെ വളഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഒരള്ള വശം കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് വശത്തേക്കായിട്ട് നമ്മളുടെ ആ ഒരു ഡെഡ് സ്കിൻ, കാലിലെ ആ ഒരു ആവശ്യമില്ലാത്ത ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ വശത്തേക്ക് വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഒന്ന് കെയർ ആവണം. അതായത് ഇട്ടങ്ങ് ചിലപ്പോൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം, എനിക്ക് അനുഭവമുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ ആവേശത്തിലങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ചിലപ്പോൾ കയ്യിൽ നിന്നങ്ങ് വഴുതി കഴിഞ്ഞാൽ നമ്മുടെ കാലെവിടെയും തട്ടും. കാല് തട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ടല്ല നമുക്ക് ചോര പൊടുന്ന രീതിയിൽ തന്നെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും നമ്മളൊരു ചെയറൊക്കെ ഇട്ട് ഇരുന്നിട്ട് മെല്ലെ കാലിൻ്റെ മേലെ ഒരു കാല് കയറ്റി വെക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ കുറച്ച് ക്ഷമയിൽ ഇങ്ങനെ ഉരച്ച് കളയുകയാണെങ്കിൽ വളരെ എന്താ പറയുക, അത്ര നന്നായിട്ട് ആ ഒരു ഡെഡ് സ്കിൻ റിമൂവ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് കണ്ടറിയാൻ കണ്ടോ, ഈ ഒരു കാണിക്കുന്ന സംഭവമല്ലേ വശം ഞാൻ തോണ്ടിയെടുക്കുന്നത് അതിൻ്റെ ഒരു കാലിൻ്റെ ശരിക്കും ആ ഒരു ഇറച്ചീൻ്റെ എന്താ പറയുക ആ ഒരു തോലാണ്, ഡെഡായിട്ടുള്ള സ്കിന്നാണ്. അത് റിമൂവ് ആവുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇത് ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇത് ഉരയ്ക്കാം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് പേടിയാവും. അമ്മ പറയാം, നീ കാലത്തുള്ള ഇറച്ചി മൊത്തം ഉരച്ച് കളയാണ്, നീ എന്താ കാണിക്കണേന്നൊക്കെ എന്നെ വെച്ചിട്ട് കുറേ ചീത്ത പറഞ്ഞു കേട്ടോ. അന്നൊരു ഒരു കസിനുണ്ടായിരുന്നു, കണ്ണുണ്ടായിരുന്നു അവൻ. അപ്പോൾ അവനും പറഞ്ഞു, ചേച്ചി എന്തി കാണിക്കണേ, ഇതെന്താ ഫുള്ള് കാലത്ത് ഇറച്ചി ഇങ്ങനെ ആക്കി കളയുന്നത്. അവർക്കത് കാണുമ്പോൾ അസ്വസ്ഥതയാവുക. പക്ഷേ അത് ഡെഡ് സ്കിന്നാണ്, എനിക്ക് പെയിൻ ഒന്നും ആവണില്ല. നമുക്ക് വേറെ ആൾക്കത് കാണുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു സ്കിൻ എടുക്കുമ്പോഴേ ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്ന ടെൻഷനാണ്. പക്ഷെ ഞാൻ കാലങ്ങളായിട്ട് ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. നമ്മൾ പണ്ടൊക്കെ കല്ലിലല്ലേ കാലൊരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അറിയില്ല ആ ഒരു ഭാഗത്തുള്ള സ്കിൻ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. പക്ഷെ ഇത് ഇപ്പുറത്ത് കാണുന്നുണ്ട്, ആ ഒരു സ്കിൻ ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഇളകി വരുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് കാണുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. പക്ഷെ എനിക്ക് ഒരു പെയിനുള്ള ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്കിൻ അവിടെ നന്നായിട്ട് റിമൂവ് ആവുന്നുണ്ടെന്ന് അല്ലാണ്ട് നമുക്ക് ഉള്ളിലെ എന്തെങ്കിലും വേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയാണെങ്കിൽ നിങ്ങൾ മെല്ലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് കുറച്ചൊരു മുള്ളു പോലെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചൊരു മൂർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര നേർത്ത സ്കിന്നിലൊക്കെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉപ്പൂറ്റിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ നമ്മുടെ മുൻവശത്തൊക്കെ ഇതുപോലത്തെ ഹാർഡായിട്ടുള്ള സ്കിൻ ഉണ്ടാവില്ല, ചെറുക്ക് പൊട്ടിയിട്ട്, അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യും. അല്ലാണ്ട് നമുക്ക് കാലിൻ്റെ മേലെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഒറ്റ തവണ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് മുറി വരാൻ ചാൻസ് ഉണ്ട്. സോ ഹാർഡായിട്ടുള്ള നമ്മുടെ ആ ഒരു സ്കിന്ന് മാത്രമേ ഇത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളാക്കുന്ന സമയത്തേക്കും ഏകദേശം നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്കിന്നാവും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് കാലൊക്കെ ഒന്ന് വരച്ച് കൊടുത്താൽ പിന്നെ അധികം അത്രയും ഡെഡ് സ്കിൻ നമുക്ക് അടിഞ്ഞു കൂടില്ല കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ എന്താ പറയുക റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് ആ ഒരു ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്കിന്ന് ഭയങ്കര ഡെഡായിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഏകദേശമൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ആ ഒരു മഞ്ഞളുടെ ആ ഒരു കറയുണ്ടാവും, ആ ഒരു സ്റ്റേ കളയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കാൽ നല്ല സുന്ദര കുട്ടപ്പിനൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം ഒരു എന്തെങ്കിലും ഫുഡ് ക്രീമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബോഡി ലോഷൻ എന്തെങ്കിലും മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കാൽ നല്ല മാറ്റം, നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ചെയ്ത് നോക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ വീണ്ടും പോയി പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെരുപ്പ് യൂസ് ചെയ്യട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ലിപ്പർ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം നമുക്ക് അധികം ആ ഒരു കാല് നാശാവില്ല. ഇപ്പം പുതിയൊരു സ്ലിപ്പർ കാണിച്ചു തരാം. ഇപ്പം ഞാൻ 3 മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഓർത്തോ ജോയിൻ്റെ, അതായത് ഡോക്ടേഴ്സ് ഓർത്തോ ജോയിൻ്റെ സ്ലിപ്പേഴ്സ് ആണ്. ഒരു 3 ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പിങ്കും അതുപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ്. നമ്മുടെ സൈസ് വന്നിട്ട് 6 ആണ് കേട്ടോ. നിങ്ങളത് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, ഭയങ്കര എന്താ സൂപ്പർ സോഫ്റ്റ് കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ
എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കാല് നന്നായിട്ട് വേർക്കും. ഇങ്ങനെ വേർത്തൊഴുകുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ചെരുപ്പിൽ ഇങ്ങനെ വഴുതി കളിക്കും. അപ്പോൾ ഞാൻ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാല് കഴുകും കേട്ടോ. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തോ ഒരു കുഷ്യൻ മെറ്റീരിയലാണ്. അപ്പോൾ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടോ, ചെറിയ ഇങ്ങനെ നിറച്ച ആ ഒരു സ്ലിപ്പർ മൊത്തം ചെറിയ ഹോൾസ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നല്ല കംഫർട്ടബിൾ, നല്ല ബ്രീത്തബിൾ ആണ്. നമ്മുടെ കാലിനെ ഒരു ഫ്രഷ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും. അല്ലാണ്ട് ഇങ്ങനെ ഇപ്പം എനിക്ക് യൂസ് ചെയ്യുന്ന സത്യമായിട്ട് പറയാണ്, എന്താ പറയുക, എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് മറ്റേത് യൂസ് ചെയ്യുന്ന സമയത്ത് കാല് നന്നായിട്ട് വേർത്തിട്ട് ഇടയ്ക്കാൻ പോയി കഴുകാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ ഒരു ഞാൻ ഒന്നുകൂടെ കാണിച്ചില്ല, ഒരു പച്ചയുണ്ട്, അതാണ് ഞാൻ ഇപ്പം ഡെയിലി യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് കാല് കഴുകാറില്ല. എനിക്ക് അത്ര നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നമ്മുടെ ആ ഒരു കാലിൻ്റെ ഒരു കേർവ് ഉണ്ടല്ലോ, ആ ഒരു വളവ് കറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ചെരുപ്പ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ചെറുപ്പത്തിലൊക്കെ നമുക്കിങ്ങനെ വീട്ടിൽ നിന്നുള്ള ചെരുപ്പ് സെലക്ട് ചെയ്ത് തരിക. അപ്പം നമുക്ക് അതിന് കംഫർട്ട് അത് മനസ്സിലാവില്ല. പിന്നെ കുറേ സ്കൂളിലൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കും കാലിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി വേദനിക്കൊക്കെ ചെയ്യും. അപ്പം നമ്മൾ എപ്പോഴും ഒരു ചെരുപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാലിനത് ഏറ്റവും നോക്കേണ്ടത് ഭംഗിയേക്കാൾ കൂടുതൽ നമുക്കത് കംഫർട്ടബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് സൈഡിൽ ഇടിക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ നല്ല തിക്നെസ് വരുന്നുണ്ട്, അതായത് നമ്മുടെ നല്ല കട്ടി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലാണെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കട്ടി ഇരിക്കുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ പറഞ്ഞത് ഡോക്ടേഴ്സ് ഓർത്തോജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ അതുപോലെ തന്നെ ഉപ്പൂറ്റി, പിന്നെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഞാൻ ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ ഇത് നന്നായിട്ട് നല്ലതാണ്. അതുപോലെ പെറ്റ് പേഷ്യൻസിനും ഇത് നല്ലതാണ്. കാരണം അവർക്ക് ഇതുപോലെ തന്നെ കാൽവേദന, മുട്ടുവേദന കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് വേറെ കൂടുതൽ ഇഷ്യൂസ് വരാണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചോക്കാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടബിൾ, കാണാനാണെങ്കിലും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി സ്കിഡ് ആണ്. നമുക്ക് അതിൻ്റെ ഗ്രിപ്പ് അടിയിലായിട്ട് ഗ്രിപ്പ് വരുന്നത് കൊണ്ട് തന്നെ കാൽ അങ്ങനെ വഴുതി പോകുന്നില്ല. അതുപോലെ തന്നെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പുറത്ത് പോകുമ്പോഴും, അതായത് നമുക്ക് മുറ്റത്ത് വിട്ട് കിടക്കാൻ, നമുക്ക് വീടിൻ്റെ ഉള്ളിലും യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്ന സമയത്ത് അലർജി ഒന്നുമില്ല. നമ്മൾ ചില ചെരുപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ പൊട്ടും, അതുപോലെ തന്നെ പിമ്പിൾസ് ഇങ്ങനെ തരിതരിയായിട്ടുള്ള എന്താ പറയുക കുരുവൊക്കെ വരാറുണ്ടായിരുന്നു. എനിക്ക് ചില ചെരുപ്പൊക്കെ പണ്ട് ഉപയോഗിക്കുമ്പോൾ ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്ത സമയത്ത് എന്താ പറയുക, നല്ല കംഫർട്ടബിൾ ആണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എന്താ പറയുക, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് വേണമെന്നൊക്കെയാണ്, അല്ലെങ്കിൽ സ്ലിപ്പറൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് മേടിച്ച് നോക്കാം കേട്ടോ. നിങ്ങളത് റിഗ്രറ്റ് ചെയ്യില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വന്നിട്ടൊരു ബ്ലാക്ക് കളറാണ്. ഇതും എന്താ പറയുക, ഇത് എനിക്ക് കുറച്ചൊരു സൈസ് ലാർജാണ്. 6 ആണെങ്കിൽ ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യും, ഏട്ടൻ്റെ കറക്കണം. അപ്പോൾ അത് ഏട്ടൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 2 എനിക്കും മറ്റേത് ഏട്ടനുമാണ്. അപ്പം ഇതാണ് നല്ല അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് അപ്പോൾ അവർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പം നിങ്ങൾ ഇന്ന് കണ്ടതിൽ മേടിച്ചിരിക്കേണ്ട സംഭവം തന്നെയാണ്. ഇങ്ങനത്തെ ഈ ഓർത്തോജീൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ നമ്മളെ ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില്ലേ, അതും കൂടെ മേടിച്ച് വെച്ചോളൂ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് അല്പം തന്നെ ലെങ്തി ആയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി പുതിയ വീഡിയോ കാണാം. ടാറ്റാ.